ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. 5 ഫങ്ഷൻസ് ഉണ്ടെന്ന്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ് എന്ന് പറഞ്ഞിട്ട് 5 ചാപ്റ്റേഴ്സ് ഫങ്ഷൻസ് 5 ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഫങ്ഷനാണ്, അതായത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ഫങ്ഷനാണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറഞ്ഞത്. പ്ലാനിങ്ങിലൂടെയാണ് ബാക്കിയുള്ള എല്ലാ ഫങ്ഷൻസും അങ്ങനെ മൂവ് ചെയ്യുന്നത് തന്നെ. വിത്തൗട്ട് പ്ലാനിങ് ഒരു കാര്യങ്ങളും നടക്കില്ല. ഇപ്പോൾ ഏത് കാര്യമായാലും പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും എന്തായാലും എന്ത് വേണം? പ്ലാനിങ് വേണം. അപ്പോൾ നമുക്ക് എന്താണ് പ്ലാനിങ് എല്ലാവർക്കും അറിയാം, +2 ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് പ്ലാനിങ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. Planning is the process of thinking before doing. In the word of Hyman, planning is deciding in advance what is to be done. Thus, it's deciding in advance what to do and how to do. അപ്പോൾ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു തിങ്കിങ് പ്രോസസ് ബിഫോർ ഡൂയിങ് ആണ്. ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറഞ്ഞത്. നമ്മളൊരു കാര്യം എന്താണോ ആലോചിക്കുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നമ്മളതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്നാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഫേമസ് ആയ സയൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് സയൻറ്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. മുൻകൂട്ടി കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കുന്നതാണ്. അതായത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഭാവിയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ തീരുമാനിക്കുക, എന്താണ് നമ്മൾ ചെയ്യാം, അഡ്വാൻസ് മുൻകൂട്ടിയിട്ട് എന്താണ് ഭാവിയിൽ ചെയ്യാം എന്നുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക എന്നുള്ളതിനെ പറയുന്നതാണ് എന്തെന്നാണ് പ്ലാനിങ് എന്നാണ്. ദിസ് ഇസ് ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ടു ഡു, ഹൗ ടു ഡു. ഫ്യൂച്ചറിൽ എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറ്റി ഡിസ്കസ് ചെയ്യണതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് സീസ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ ഓട്ടോമാറ്റിക്കലി തോന്നില്ല നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തിനാണ് പോകേണ്ടതെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നില്ലേ. അതേപോലെ തന്നെയാണ് പ്ലാൻ ചെയ്യണ സമയത്ത് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, എവിടെയാണോ നമ്മൾ നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ വരേണ്ടത്. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഒരു ലക്ഷ്യം, അതായത് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മുടെ എല്ലാ ഓർഗനൈസേഷനും ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അല്ലേ, ആ കാര്യങ്ങളെ എങ്ങനെയാണ് കറക്റ്റ് രീതിയിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, എങ്ങനെ കറക്റ്റ് രീതിയിൽ ആക്കാം എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് ആരുടെ, നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതാണ് പ്ലാനിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ. എപ്പോഴും പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, പ്ലാനിങ് ഈസ് ഡിസൈഡിങ് അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ. ഭാവിയിൽ എന്താണ് ചെയ്യുക. അതുപോലെ പ്ലാനിങ് നമ്മൾ ചോദിച്ചാൽ പറയുക ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, അതൊരിക്കലും നിൽക്കില്ല, അതൊരു കണ്ടിന്യൂസ് ആണ്. പിന്നെ പ്ലാനിങ് എപ്പോഴും നമ്മൾ ചെയ്യുക എപ്പോഴും ഫ്യൂച്ചറിലാണ് കൺസിഡർ ചെയ്യുക. ഇത് കൺസിഡർ വിത്ത് ഫ്യൂച്ചർ, ഭാവിക്ക് വേണ്ടിയിട്ടാണ് എപ്പോഴും പ്ലാൻ ചെയ്യുക. ഇതാണ് എന്താ പറയുക, പ്ലാനിങ് ഇസ് ദി ഫണ്ടമെൻ്റൽ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിങ് എന്ന് വെച്ചാൽ ഒരു ഫണ്ടമെൻ്റൽ ഫങ്ഷനാണ് എന്തെന്നാണ് പ്ലാനിങ്. ഇതൊക്കെയാണ് എന്താ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് ഒരു മീനിങ് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ്. ഇപ്പോൾ പറഞ്ഞ മീനിങ്ങിനെ വെച്ചിട്ടാണ് ഫീച്ചേഴ്സ്. Planning focuses on objectives, achieving objectives. It is done on the basis of objectives. Plan specifies the activity to be undertaken to achieve the goals of organization. So it contributes to achievement of predetermined organization goals. അതായത് വ്യക്തമായിട്ട് കാര്യങ്ങൾ നമ്മുടെ മെയിനായിട്ടുള്ളത് എന്ന് പറഞ്ഞത് എന്താ, പ്ലാൻ സ്പെസിഫൈഡ് ആക്ടിവിറ്റി എന്താ, നമ്മുടെ ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നാണ് എന്തെന്നാണ് ഒരു പ്ലാനിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞത്. പിന്നെ അതുകൊണ്ട് എന്താണ് പ്രീഡിറ്റർമൈൻ, അതായത് മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കാൻ ഉള്ള ഒരു
ഫീച്ചർ ഉണ്ട് ആർക്ക് എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിനുണ്ട്. അതായത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ട്, അത് മുൻകൂട്ടി തന്നെ അതായത് അവർ പ്ലാൻ ചെയ്തിട്ട് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാനിങ് ഇസ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ. നമ്മുടെ 5 ഫങ്ഷൻ അതിൽ ഏറ്റവും ഫസ്റ്റ് ഏതാ വരുന്നത്? പ്ലാനിങ് ആണ്. പ്ലാനിങ് ലേസ് ഡൗൺ ദ ബേസിസ് ഫോർ അതർ ഫങ്ഷൻസ്. അതേപോലെ തന്നെ പ്ലാനിങ് ആണ് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫങ്ഷൻ. പ്ലാനിങ് കൂടെയാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. വിത്തൗട്ട് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ കനോട്ട് വർക്ക് ടു അച്ചീവ് ദ ഗോൾ. ഇത് ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ്ലി കോൾഡ് എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇതിന് മാനേജ്മെൻറ്റ് എത്ര എസെൻഷ്യൽ, അതായത് എത്രയും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് മാനേജ്മെൻറ്റ്. ഇത് തന്നെയാണ് ഫസ്റ്റ് ഫങ്ഷൻ. ഒരു മാനേജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാനിങ്. അതുകൊണ്ട് ഇതിനെ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയണം. പ്ലാനിങ് ഈസ് എ പെർവാസീവ്, എന്താ പറയുക, സർവ്വവ്യാപി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പെർവാസീവ്. എല്ലാ ഫങ്ഷനിലും എന്തുണ്ടാവും? പ്ലാനിങ് ഉണ്ടാവും. പ്ലാനിങ് ഇല്ലാത്തൊരു കാര്യമേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനെ പെർവാസീവ് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ് ഇസ് റിക്വയർഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഹാസ് ഇൻ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ഓർഗനൈസേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിലും വേണം. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഓർഗനൈസേഷനിലും പ്ലാനിങ് വേണം. അതുകൊണ്ട് ഇതിനെ പെർവാസീവായിട്ട് സർവ്വവ്യാപി എന്നൊക്കെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. പിന്നെ പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്ലാനിങ് എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മൾ പ്ലാനിങ് കാര്യങ്ങൾ നിർത്തില്ല. വീണ്ടും 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 ആ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പ്ലാനിങ് പ്രിപ്പയർഡ് സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം അല്ലേ. പ്ലാനിങ് എപ്പോഴും പ്രിപ്പയർ ചെയ്യണം ഒരു സ്പെസിഫൈഡ് ടൈമിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ടിരിക്കുക. At the end of the period, a new plan is prepared on the basis of new requirements and future conditions. Here, planning is a continuous process. Planning എന്ന് പറഞ്ഞത് നമ്മളെ ഒരു സ്പെസിഫൈഡ് പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വെക്കുക. ഈ പ്ലാൻ ചെയ്ത സമയം എന്ന് പറഞ്ഞത് ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു, ആ കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും പുതിയ പ്ലാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ആക്കാമെന്ന് പ്ലാൻ ചെയ്തു. അതന്നെ ഫുൾ ടൈം ഇല്ലല്ലോ. അതൊരു മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഓരോ അഴവുകൾ വന്ന് തുടങ്ങിയിട്ട് ആ വീണ്ടും വീണ്ടും പുതിയ പ്ലാനുകൾ ചെയ്തു. അപ്പോൾ കല്യാണത്തിന് അധികം പരിപാടിയില്ല, മരണാനന്തര ആദ്യത്തെ സ്ട്രിക്റ്റ് ഇപ്പം ഇല്ല. അതിന് കുറച്ച് ഇങ്ങനെ അഴിഞ്ഞു വരും. അപ്പം ആദ്യം ചെയ്ത പ്ലാൻ മാത്രം തന്നെയാണോ ഫോക്കസ് ചെയ്യണമല്ലോ. ഓരോ കാര്യങ്ങൾ ഓരോ ഡിസിഷൻസ് കാര്യങ്ങൾ മാറ്റിയല്ലേ. അപ്പോൾ അതോസോ ദ പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. അത് ഒരിക്കലും പീരീഡിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് ആ പീരീഡ് കഴിഞ്ഞ ആ പ്ലാനൊക്കെ കഴിഞ്ഞ അടുത്ത പ്ലാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യണേ? ഫ്യൂച്ചറിലെ റിക്വയർമെൻറ്റ്സും അതുപോലെ ഫ്യൂച്ചർ കണ്ടീഷൻ, ന്യൂ റിക്വയർമെൻറ്റ്സും ന്യൂ ഫ്യൂച്ചർ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവർ അടുത്ത പുതിയ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് ഇതിനെ എന്തെന്നാണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. ഈ ദാറ്റ് പ്ലാനിങ് അല്ലേ. പ്ലാനിങ് എപ്പോഴും എന്താണ് സെറ്റ് ചെയ്യുക? എപ്പോഴും ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്യുക. പ്ലാനിങ് ഈസ് എ ഫോർവേഡ് ലുക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്തുകൊണ്ടാണ്? ഫ്യൂച്ചറിന് കാര്യങ്ങളാണ് കൂടുതലും. ദ പർപ്പസ് ഓഫ് പ്ലാനിങ് ഈസ് ടു മീറ്റ് ഫ്യൂച്ചർ ഇവൻ ഇഫക്റ്റീവ്ലി ബെസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഓർഗനൈസേഷൻ. പ്ലാനിങ് ഈസ് ദെർഫോർ റിഗാർഡ് ടു ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻസ്. ഫോർവേഡ് ലുക്കിംഗ് ഫങ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താണ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത്? എന്താ ഭാവി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യപ്പെടും. അതാണ് അവരുടെ ഓർഗനൈസേഷൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഭാവി ഫ്യൂച്ചറിൽ എന്താവും എന്ന് നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടാവുക. അതുകൊണ്ട് പ്ലാനിങ് എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പോയ കാര്യം പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഭാവിയിൽ വരുന്ന കാര്യം പ്ലാൻ ചെയ്താലല്ലോ കാര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് എന്തെന്ന് പ്ലാനിങ് ഇസ് എ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിങ്സ്. അതായത് പ്ലാനിങ് എന്താണുള്ളത്? ഡിസിഷൻ മേക്കിംഗ്. അതായത് പല രീതിയിലുള്ള ഡിഫറെൻറ്റ് വേസിലുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ആ ഓൾട്ടർനേറ്റീവ്സ് എന്ന് എന്താണ് ബെസ്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണം അല്ലേ. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ അല്ലേ. പല വ്യത്യാസമായ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. പ്ലാനിങ് ഈസ് എ മെൻറ്റൽ ആക്ടിവിറ്റി, മെൻ്റൽ എക്സസൈസ് എന്നൊക്കെ പറയാം. പ്ലാനിങ് റിക്വയർസ് ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ഇൻവോൾവ് ഫോർസൈറ്റ്, ഇൻ്റലിജൻറ്റ് ഇമാജിനേഷൻ ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ്.
അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്താ, നമ്മുടെ ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവ് വേണം, ഫോഴ്സൈറ്റ് വേണം. ഇൻ്റലിജൻറ്റ് ഇമാജിനേഷൻ, ബുദ്ധിപരമായിട്ടുള്ള എന്താ പറയുക, ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എന്ന് പറയാൻ വേണമെങ്കിൽ ഇമാജിനേഷൻ, ബുദ്ധിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ. ആൻഡ് സൗണ്ട് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞത് എന്താ, നമ്മുടെ ബുദ്ധിപരമായ തീരുമാനം ഇതിനൊക്കെ തന്നെ, അതായത് നല്ല ബുദ്ധിപരമായിട്ടുള്ള തിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാനും ഉള്ള കഴിവ് എന്ത് വേണം, പ്ലാനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെ ഫീച്ചർ വേണമെങ്കിൽ പറയാം, ഇറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ. എന്താ പറയുക, പ്ലാനിങ് എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ റിജിഡ്, എപ്പോഴും വേണമെങ്കിലും മാറ്റാം, ഒരു സ്ഥിരമല്ലാത്ത അവസ്ഥകൾ മാറ്റാം. അതുകൊണ്ട് മാനേജ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ ചെയ്യാൻ പറ്റും. പ്ലാൻ ചെയ്ത് അതേപോലെ നടക്കണം എന്നില്ലല്ലോ, പ്ലാൻ ചെയ്ത കാര്യങ്ങളും നമുക്ക് മാറ്റാനും സാധിക്കുന്നതാണ്. അതുപോലെ ഇത് പറഞ്ഞത് പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്ലാനിങ് എന്ന് പറഞ്ഞത് ഫ്ലെക്സിബിൾ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് നല്ല ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് എ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാനിങ് കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്നാണ് ഫീച്ചേഴ്സ് പറഞ്ഞു. ഈ പ്ലാനിങ് കൊണ്ട് ഏറ്റവും കൂടുതലുള്ള ഇമ്പോർട്ടൻസ് എന്നാണത്. പ്ലാൻസ് പ്രൊവൈഡ്സ് ഡയറക്ഷൻസ്. പ്ലാനിങ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, ഡയറക്ഷൻസ്. ബൈ സ്റ്റേറ്റിംഗ് ഹൗ ടു വർക്ക് ഈസ് ടു ബി ഡൺ, പ്ലാനിങ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ ഫോർ ആക്ഷൻസ്. അതായത് പ്ലാനിങ് ആയിരിക്കും എന്തെന്ന് പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. ഇപ്പോൾ ഒരു കല്യാണം വന്നു, നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്റ്റേജ് കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ചെയ്യണ അനുസരിച്ചിട്ടായിരിക്കും നമുക്കതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും, അതൊരു ഗുഡ് പ്ലാനിങ്ങിലൂടെയാണ് അത് നടക്കാൻ പറ്റുക. അതുകൊണ്ട് ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പ്ലാനിങ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് അൺസർട്ടനിറ്റി. By deciding advanced tasks to be forced, planning shows the way to deal with the changes and uncertainty. അതായത് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ പറയുക, അൺസർട്ടനിറ്റി കുറയ്ക്കും, റിസ്ക് കാര്യങ്ങൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യണം. കാരണം ഭാവി കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ പല കാര്യങ്ങളും എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ചിലപ്പോൾ ടെക്നോളജി ആവാം, ടേസ്റ്റ് ആവാം, ഫാഷൻ ആയിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് കണ്ടീഷൻ ആവാം. അപ്പോൾ അതൊക്കെ അൺസർട്ടനിറ്റിയാണ്, ഒരിക്കലും എന്താ പറയുക നമുക്ക്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഭാവിയിൽ കണ്ടിട്ട് നമുക്ക് എന്താണ്, നിങ്ങൾക്ക് പ്ലാനിങ്ങൂടെ അത് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. പ്ലാനിങ് റെഡ്യൂസ് ഓവർലാപ്പിംഗ് ആൻഡ് വേസ്റ്റ്ഫുൾ ആക്ടിവിറ്റീസ്. Since planning ensure clarity throughout an action, it reduces overlapping and wasteful activities. അതായത് നമ്മൾ പ്ലാൻ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ കുറയും. അപ്പോൾ എന്താണ് കൃത്യകാര്യം എന്ന് എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് അതുകൊണ്ട് പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യുക. അവർക്ക് ക്ലാരിറ്റി ഉണ്ടാവും, ചെയ്യണ കാര്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് തെറ്റ് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു കാര്യം മുൻകൂട്ടി കാര്യങ്ങൾ നമ്മളൊരു കാര്യം ഒരു ഓർഗനൈസേഷനിൽ തീരുമാനിച്ചുവെങ്കിൽ അതനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ. അതുകൊണ്ട് എന്താണ് ഡ്യൂപ്ലിക്കേഷൻസും ഇറേഴ്സും കുറയാൻ ചാൻസ് ഉണ്ട്. പ്രൊമോട്ട്സ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അതായത് പ്ലാനിങ്ങിലൂടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് ഷേപ്പ് ചെയ്തിടാം. സിൻസ് പ്ലാനിങ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് മാൻ, ന്യൂ ഐഡിയ ക്യാൻ ക്രിയേറ്റ് ഷേപ്പ് ദ കോൺസെൻട്രേറ്റ് പ്ലാൻസ്. പുതിയ കാര്യങ്ങൾ നമുക്ക് പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളോടൊരു ഫംഗ്ഷൻ വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പ്ലാൻ ചെയ്യുമ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളുടെ മൈൻഡിൽ ഓരോരുത്തർക്കും വരണ കാണാം. അപ്പോൾ അതേപോലെ എന്താ ഉണ്ടാവുകയാണ്, അത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. Facilitate decision makings. Planning involves set a target, predicting future, and this help to rational ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട്. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, ഇപ്പോൾ പറഞ്ഞില്ലേ കൊറോണ ടൈമിൽ ആദ്യം എയർപോർട്ടൊക്കെ അടച്ചു. ഈ ഗൾഫുകാർ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് അവരെ വരുത്തിയേക്കണം ആദ്യത്തെ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമുക്ക് അത് ഓരോ കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുക്കാൻ സാധിച്ചു. ഇത് പിന്നെ പ്ലാനിങ് standard of controlling. Planning provide goals or standard against actual performance is measured. By comparing actual with some standard, the manager can take necessary corrective action. The plan provide basis of control. അതായത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ
പ്ലാൻ മുൻകൂട്ടി പറഞ്ഞ പ്രകാരമായിരിക്കണം നമ്മൾ ഓരോ സ്ഥാപനങ്ങളിലായാലും ഓരോ കാര്യങ്ങളും ചെയ്തു പോവുക അല്ലേ. മുൻകൂട്ടി തീരുമാനിച്ച ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പോൾ ഒരു കോളേജിലാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോളേജിൽ യൂണിഫോം വേണമെന്നോ കുട്ടികൾക്ക് യൂണിഫോം വേണമെന്നോ അതേപോലെ വരുമ്പോൾ ടാഗ് യൂസ് ചെയ്യണമെന്നോ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് നല്ല രീതിയിലൊരു ഫോമലായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും. അതാണ് ഗോൾസും അതുപോലെ സ്റ്റാൻഡേർഡ് അഗെയിൻസ്റ്റ് ആക്ച്വൽ പെർഫോമൻസ് ഈസ് മെഷേർഡ്. അവരുടെ ആക്ച്വൽ പെർഫോമൻസ് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റും? ഈ എന്താ പറയുക നമ്മുടെ പ്ലാനിങ്ങിലൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല രീതിയിലേക്ക് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ പറ്റും. അതാണ് എന്തെന്നാണ് പ്ലാനിങ് എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഫോർ കൺട്രോളിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്ലാനിങ്ങിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഹെൽപ്പ് ഇൻ കോർഡിനേഷൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ മോട്ടിവേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ എൻഹാൻസ് എഫിഷ്യൻസി അതായത് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അതായത് പ്ലാനിങ് ഡിറ്റർമൈൻ വേരിയസ് ആക്ടിവിറ്റി ടു ബി അണ്ടർടേക്കൺ ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ദെൻ എഫിഷ്യൻസി ഓഫ് വേരിയസ് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് എഫിഷ്യൻസി വേറെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതുകൊണ്ട് എന്താ ഉണ്ടാവുക, അവരുടെ അത് വളർന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുക. അതുപോലെ മോട്ടിവേഷന് ഹെൽപ്പ് ചെയ്യണം അല്ലേ. നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് എന്താണ് അവരെ എന്താ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർക്ക് ഗോൾസ് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാനും ഈ പ്ലാനിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇമ്പോർട്ടൻ്റ് പോലെ തന്നെ അതിന് കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട്, ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുണ്ട്. അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിച്ചാൽ അറിയാം പ്ലാനിങ്ങിൽ എന്തായിരിക്കും. ലീഡ്സ് ടു റിജിഡിറ്റി. Manager and subordinate have strictly follow plans and there is no freedom. Plans leads to rigidity എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്. അതായത് മുൻകൂട്ടി ഇപ്പോൾ പല പ്ലാൻസും ചില സമയത്ത് ഇപ്പോൾ മുമ്പത്തെ ഒരു കാലത്ത് ഏർലി ടൈംസിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഫോളോ ചെയ്യണമെങ്കിൽ അവിടുത്തെ സബോർഡിനേറ്റ്സിന് ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും. അപ്പം എന്താ ഉണ്ടാവുക, അവർക്ക് ഫ്രീഡം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സ്ഥാപനത്തിൽ എന്താ പറയുക ഭയങ്കര കമ്പ്യൂട്ടറൊന്നുമില്ല, കൈകൊണ്ട് തന്നെ എഴുതിയെടുക്കണം, കണക്കും കാര്യങ്ങളൊക്കെ അതൊക്കെയാണ്, അങ്ങനെയാണ് ഫോളോ ചെയ്തത്, അതാണ് പ്ലാൻ ചെയ്യുന്നത്. കമ്പ്യൂട്ടറൊന്നുമില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ രീതി ഒരു പഴയ സിസ്റ്റം വെച്ചിട്ടാണ് ഫോളോ ചെയ്യണമെങ്കിൽ ആ സ്ഥാപനത്തേക്ക് പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമോ? താല്പര്യം കുറവായിരിക്കും. അത് തന്നെയാണ് പ്ലാൻ ലീഡ്സ് ടു റിജിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മുൻകൂട്ടി ചെയ്ത പ്ലാനുകൾ അതേപോലെ തന്നെ അതനുസരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ സബോർഡിനേറ്റ്സിന് താല്പര്യം ഉണ്ടാവില്ല. Planning may not work in dynamic environment. Planning cannot accurately foresee all the changes in business. So, there is an obstacle to effective planning. അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. നമ്മൾ എത്ര ഭാവി കണ്ടാലും കഴിഞ്ഞ കൊല്ലം നമ്മൾ വിചാരിച്ചു ഈ കൊല്ലം വീട്ടിൽ നിന്നിട്ടാണ് ക്ലാസ് എടുക്കാമെന്ന്. കഴിഞ്ഞ കൊല്ലത്തെ ജനുവരിത്തെ അതേപോലത്തെ അതൊന്നും അല്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പെരുന്നാളോ അല്ലെങ്കിൽ പൂരോ എല്ലാം ഉണ്ടായിരുന്നു. ഈ കൊല്ലം അങ്ങനെയാണോ? അപ്പോൾ നമുക്ക് ഭാവി കാര്യങ്ങളൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഡൈനാമിക് എൻവയോൺമെൻറ്റാണ്, മാറ്റങ്ങൾ വരുന്ന ഒരു എൻവയോൺമെൻറ്റാണ്. സോ അപ്പോൾ എൻവയോൺമെൻറ്റ് കണ്ടീഷനാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാവണത്, നമുക്ക് അതുകൊണ്ട് മാറ്റം ഡൈനാമിക്കാണ്. അതുകൊണ്ട് മാറ്റം ഉള്ളതുകൊണ്ട് നമുക്കതൊരു ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ഉപകാരമില്ല എന്നാണ് പറയണത്. Planning reduces creative. Planning activity which is done by top management. Usually the rest of members are neither allowed to deviate from plans or not they permit to act on their own. Thus much innate create them into reduces. മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കാര്യമാണെങ്കിൽ നമ്മൾക്ക് വല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള വല്ല ഐഡിയാസ് ഇതിൽ പറയാൻ പറ്റുമോ? നിങ്ങൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ ചില ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓൾറെഡി പ്ലാൻ ചെയ്തു അപ്പോൾ അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ അവരത് പറയുകയാണെങ്കിൽ ആ താഴെക്കിടന്ന സബോർഡിനേറ്റ്സിന് അവർക്ക് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ആയിട്ട് ഐഡിയാസോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളോ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അതാണ് എന്തെന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനിങ് ഇൻവോൾവ്സ് ഹ്യൂജ് കോസ്റ്റ്, എക്സ്പെൻസീവ് ആണ് അല്ലേ. പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു എക്സ്പെൻസീവായിട്ടൊരു ഇതാണ്. അതായത് കളക്ഷൻ ഓഫ് അനാലിസിസ്, ഇവാലുവേഷൻ, ഇൻഫോർമേഷൻസ്, അതായത് പല കാര്യങ്ങൾ അന്വേഷിക്കുക, കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാകുമ്പോൾ എന്താ ഉണ്ടാവുക, എക്സ്പെൻസസ് കൂടുകയാണ് ചെയ്യണത്. നമുക്ക് കുറേ ഡാറ്റാസ് എഡിറ്റ് ചെയ്യുക,
ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണത്, കുറേ അതിന് വേണ്ട കോസ്റ്റും കാര്യങ്ങളും വേണ്ടി വരും. ടൈം കൺസ്യൂമിങ് ആണ് അല്ലേ, ടൈം കൺസ്യൂമാണ്. അതെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങൾ കളക്ഷൻ ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, അത് ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ എന്താണ് കുറേ ടൈം എടുക്കും. സോ പ്ലാനിങ് എന്ന് പറഞ്ഞത് ഒരു ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ പ്ലാനിങ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. Success of an enterprise is possible only when plans are properly drawn up and implemented. But dynamic business one cannot guarantee the success of plan. ഞാൻ പ്ലാൻ ചെയ്ത കാര്യം ചിലപ്പോൾ സക്സസ് ആവും. ആ സക്സസ് ആവുന്ന സമയത്ത് അതെങ്ങനെയാണ് പ്രോപ്പർലി പ്ലാൻ ചെയ്തത് അത് നടപ്പിലാക്കുമ്പോൾ ചിലപ്പോൾ സക്സസ് ആവാം. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്ലാൻ കൊണ്ട് അത് സക്സസ് ആവണമെന്ന് യാതൊരു ഗ്യാരൻറ്റിയും ഉണ്ടാവില്ല. അതേപോലെ ഇപ്പോൾ വേറെ ഇതെന്ന് പറഞ്ഞാൽ ടെക്നോളജി ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിമെറിറ്റായിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. കാരണം ടെക്നോളജീസ് എന്നും എന്താണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അത് നോക്കിയിരുന്നുകൊണ്ട് കാര്യം നടക്കുമെന്ന് തോന്നണില്ലേ. കാരണം ദ റേറ്റ് ആൻഡ് നേച്ചർ ഓഫ് ടെക്നോളജി ചേഞ്ചസ് പ്രസൻറ്റ് ഡിഫിക്കൽട്ട് ഇൻ പ്ലാനിങ്. ദിസ് പ്ലാൻസ് ആർ പ്രിപ്പയർഡ് അണ്ടർ ദ എക്സിസ്റ്റിംഗ് ടെക്നോളജി. വിത്ത് ദിസ് നോ ചേഞ്ച് ഇൻ ടെക്നോളജി ഇറ്റ് ഈസ് ഫേസ് ന്യൂമറസ് പ്രോബ്ലം. ഇറ്റ് ഈസ് റിസൾട്ട് ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ മുമ്പ് പാക്ക് ചെയ്യാനൊക്കെ കുറേ ലേബേഴ്സിന് ആവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പാക്ക് ചെയ്യാൻ മെഷീൻ വന്നു. അപ്പോൾ ഓരോ കാര്യം പ്ലാൻ ചെയ്തിട്ട് അത് ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഇല്ല. ഇപ്പം കഴിഞ്ഞെല്ലാം പ്ലാൻ ചെയ്ത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത് കോളേജിൽ വന്നിട്ടാണ്. ഇന്നിപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ അതനുസരിച്ച് മാറണം. അപ്പോൾ ഓരോ ടെക്നോളജി മാറണം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് പ്ലാൻ ചെയ്ത കാര്യമല്ലേ ഈ കൊല്ലം ഈ സമയത്ത് നടക്കണം. അതുകൊണ്ട് ഓരോ ടെക്നോളജിക്ക് മാറ്റം വരാം. അപ്പോൾ ആ കഴിഞ്ഞത്തെ ടെക്നോളജിയിൽ ചിലപ്പോൾ ഈ കൊല്ലത്തെ ടെക്നോളജി മാറും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള പ്രസൻറ്റ് ടെക്നോളജി വെച്ചിട്ട് ഒരിക്കലും ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്യാൻ ഒരു കാര്യം നടക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അറിയാലോ, ടെക്നോളജി, ഗവൺമെൻറ് പോളിസി, ആ കാര്യങ്ങളൊക്കെ മാറ്റാൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫോർകാസ്റ്റിങ്ങിലെ ലിമിറ്റേഷൻസ് അല്ലെ, ഭാവി കാര്യങ്ങൾ ചിന്തിക്കാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഭാവി കാര്യങ്ങൾ ചിന്തിക്കണതിനും ഒരു ലിമിറ്റേഷനൊക്കെ കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് അത് നമ്മുടെ ലിമിറ്റിനെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ള. ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പ്രോബ്ലംസ് കാര്യങ്ങളും വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.